ഈ വേർഡ് ആർട്ട് എന്ന് പറയുമ്പോൾ 2010 യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ന്യൂ ടോപ്പിക് ഈസ് വേർഡ് ആർട്ട്. വേർഡ് ആർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റൈൽ കുറച്ച് കളർഫുള്ളും കുറച്ച് ഡിഫറൻറ്റും ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വേർഡ് ആർട്ട് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ. നമുക്കെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ഞാനിപ്പോൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്തു. എന്താണ് ഈ വേർഡ് ടൈപ്പ് ചെയ്യുന്നത്? അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അവിടുന്ന് വേർഡ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് വേർഡ് ആർട്ടിൽ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു ടൈപ്പിലെ ഡിസൈൻ, അത് പിങ്ക് കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, പിങ്ക് കളർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് എനിക്ക് എഴുതി കാണിക്കും. എഴുതി കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡിനകത്ത് വേണമെങ്കിൽ ഫോണ്ട് മാറ്റാം, അത് കഴിഞ്ഞ് വേണമെങ്കിൽ സൈസ് മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. തൊട്ടിപ്പുറം ക്ലിക്ക് ചെയ്ത് നമുക്ക് ബോൾഡ് ആക്കാൻ പറ്റും. തൊട്ടിപ്പുറം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇറ്റാലിക് ആക്കാൻ പറ്റും. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഓപ്ഷനുകളൊക്കെ വന്നു. ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റിലോട്ടൊക്കെ നീക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലോട്ട്, റൈറ്റിലോട്ട്, സെൻറ്ററിലോട്ട് ഒക്കെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു മോഡലിലാക്കുന്ന നമ്മൾ എന്താണ് വേർഡ് ആർട്ട് യൂസ് ചെയ്യുന്നത്. ഇതേ കണക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിലുള്ള ഇഷ്ടമുള്ള ഒരു മോഡൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ.